ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 11ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഈ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണിത്. ഇവിടെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഈ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്വർഗസ്നായ പിതാവിനെ നോക്കുക, അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുകയും ഒരുപോലെ മഴ പെയ്യുകയും ചെയ്യുന്നു. വേർതിരിവുകളില്ലാത്ത ഒരു സ്നേഹം. ഇതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും ഒരുപോലെ സ്നേഹം പുലർത്താൻ നമുക്ക് സാധിക്കുമോ? ഇതാണ് ചോദ്യം. എന്നിട്ട് ഈ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കാൻ, ബി പെർഫെക്റ്റ്, പരിപൂർണരായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു രീതിക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു വസ്തുതയല്ല ഈ പറഞ്ഞ ഒരുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, നമുക്ക് യാതൊരു ഗുണമോ ദോഷമോ ചെയ്യാതെ പോകുന്ന മനുഷ്യരുമുണ്ട്, നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരുമുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. പക്ഷെ അതിലേക്ക് വളരാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ പെർഫെക്റ്റ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തെലിയോസ് എന്ന് പറയപ്പെടുന്ന വാക്കാണ്. തെലിയോസ്. ഈ തെലിയോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ പല അർത്ഥങ്ങളുണ്ട്. ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുക, പൂർണ്ണ വളർച്ചയെത്തുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒരർത്ഥമാണ് മച്വർ, പക്വത എന്നൊരു അർത്ഥം കൂടി ഈ വാക്കിനുണ്ട്, തെലിയോസ് എന്ന വാക്കിനുണ്ട്. നമ്മൾ അങ്ങനെ ആ വാക്ക് വരുന്നൊരു വചനഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. 1 കൊരിന്ത്യസ് 14-ാം അധ്യായം 20-ാം വാക്യം. സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്, തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ പക്വമതികളെ പോലെയും ആയിരിക്കും. ചിന്തയിൽ പക്വമതികളെ പോലെയും ആയിരിക്കും. പക്വത ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുക. നമുക്ക് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, സുവിശേഷത്തില് 12-ാം വയസ്സിൽ ഈശോയെ കാണാതെ പോയി തിരികെ കിട്ടിക്കഴിഞ്ഞൊക്കെ ഉള്ളൊരു സംഭവത്തില് ലൂക്ക 2:52 നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട്. യേശു നസറത്തിൽ പോയി അവർക്ക് വിധേയനായി ജീവിച്ചു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ പ്രായത്തിലും എന്ന് പറയുന്നൊരു ഭാഗം അത് മാച്യൂരിറ്റി, പക്വതയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. വയസ്സിനൊത്ത രീതിയിലുള്ള പക്വത. ഈ പക്വത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാനുഷികമായി നമ്മൾ കാണുന്നൊരു പക്വതയുണ്ട്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇങ്ങനെ ഓരോ പ്രായത്തിലും അവന് ഉത്തരവാദിത്വ ബോധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മെച്യൂരിറ്റി. ദൈവം എങ്ങനെയാണോ ആ രീതിയിലേക്ക് ഒരാൾ എത്തിച്ചേരാൻ നടത്തുന്ന ശ്രമവും ഏതളവിൽ എത്തിച്ചേർന്നു എന്നതിനെയാണ് മച്വർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക. പക്വമായി എന്ന് പറയാൻ സാധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തില് തെലിസ്തായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ കടന്നു വന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ തെലിസ്തായി എന്ന് പറയപ്പെടുന്ന വാക്കിനും തെലിയോസ് എന്ന് പറയപ്പെടുന്ന വാക്കിനും ബന്ധമുണ്ട്. അവിടെയും ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, അതിന് പല അർത്ഥങ്ങളുള്ളതിൽ ഒരർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തോട് പക്വത പുലർത്തി. ആ പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തോട് ഞാൻ പക്വത പുലർത്തി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുകൊണ്ടാണ് ആ ബലിയായി ഈശോ കടന്നു പോകുന്നത്. ഇപ്പൊ തെലിയോസ് എന്ന വാക്ക്, പക്വത എന്നൊരു ഒരർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും 2 നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, എങ്ങനെ ദൈവത്തെ പോലെ പക്വതയോടുകൂടി ചിന്തിക്കാൻ സാധിക്കും? വൈകാരികമല്ലാതെ ദൈവികമായി സ്നേഹിക്കുക, വൈകാരികതകളില്ലാതെ. നമ്മളിങ്ങനെ എല്ലാ സ്നേഹങ്ങളും വൈകാരികതയാണ്. ചിലരോട് സഹതാപം കൊണ്ട്, ചിലരോട് സ്നേഹം കൊണ്ട്, ചിലരോട് നന്ദി കൊണ്ട്, ചിലരുടെ ക്വാളിറ്റി കണ്ടിട്ട് ഒക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തവരോട് സ്നേഹം കാണത്തുമില്ല. പക്ഷെ ആ വൈകാരികതകളൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യനിൽ ദൈവത്തെ കണ്ടിട്ട് സ്നേഹിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത്. അതാണ് ഒരു തലം പക്വത പ്രാപിക്കാനുള്ളത്. രണ്ടാമത്തത്, എക്സ്റ്റെൻഡ് യുവർ ബൗണ്ടറീസ് ഓഫ് ലവ്. നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ അതിർവരമ്പുകളെ കുറെ കൂടെ വിസ്തൃതമാക്കുക. ഈ കുരിശിൽ കൈവിരിച്ച് കിടക്കുന്ന ഈശോ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഈശോ മരിച്ചത് ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇനി ജ്ഞാനസ്നാനം സ്വീകരിക്കാനിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യകുലത്തിനും വേണ്ടി ഈശോ മരിച്ചു. അപ്പൊ ഇതിങ്ങനെ എക്സ്റ്റെൻഡിങ് ബൗണ്ടറി എന്നുള്ള രീതിയിൽ അങ്ങനെ ആ സ്നേഹത്തിന്റെ അതിർവരമ്പുകളെ ഈശോ വിശാലമാക്കിക്കൊണ്ടാണ് ബലി പൂർത്തീകരിക്കുന്നത്. അപ്പൊ അതാണ് പക്വത എന്ന് പറയുന്നത്. നിന്റെ അതിർവരമ്പുകൾ എത്രത്തോളം നിനക്ക് വിശാലമാക്കാൻ സാധിക്കുന്നോ ആ അളവിൽ നീ പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വൈകാരികതയെ ഏതളവിൽ നിനക്ക് വിട്ടുകളഞ്ഞിട്ട് സ്നേഹിക്കാൻ സാധിക്കുന്നോ ആ അളവിൽ നീ ദൈവത്തോടൊത്ത രീതിയിൽ പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇതൊരു വളരെ വ്യക്തമായ ഒരു അവതരണമാണ് ഈ പക്വത എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുത. നമ്മൾ ഇന്ന് ഓർക്കുന്ന വിശുദ്ധൻ എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റജീസ് എന്ന് പറയപ്പെടുന്നൊരു
വിശുദ്ധനാണ്. ജസ്യൂട്ട് പുരോഹിതനായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജസ്യൂട്ട് പുരോഹിതൻ. ഇദ്ദേഹം ഒരു വലിയ ദീനാനുകമ്പയും ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുക ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മറ്റുള്ളവരോടുള്ള സ്നേഹവും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ഇടപെടലും ഒക്കെ കണ്ടിട്ട് അവരെ ഈ സമകാലീനരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഏഞ്ചൽ എന്നാണ്. മാലാഖ എന്നായിരുന്നു ഈ വിശുദ്ധനെ വിളിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്യും. ഇവർ പറയും ഡോണ്ട് ഡിസ്റ്റർബ് ദി ഏഞ്ചൽ, ടോക്കിംഗ് വിത്ത് ഗോഡ് എന്നൊക്കെ പറയും. ഈസ് ടോക്കിംഗ് വിത്ത് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ അയാളിങ്ങനെ ദൈവത്തോട് മാലാഖ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ശല്യം ചെയ്യലെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഇതിന്റെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത ഇതാണ്, അയാളുടെ ജീവിതത്തിലുടനീളം അയാൾ വേർതിരിവുകളില്ലാതെ എല്ലാവരെയും സഹായിച്ചു, സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിന്ന് ഈ സുവിശേഷഭാഗം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്, കർത്താവേ, ഈ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ പരിപൂർണത പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിത പാഠമായിരുന്നു ക്രിസ്തു നമുക്ക് മുമ്പിൽ. അതാണ് എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷം. അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തെലിയോസ്, പക്വത, സ്വർഗസ്നായ പിതാവിന്റെ പരിപൂർണതയിലേക്ക് വളർച്ച പ്രാപിച്ച് പക്വത പ്രാപിക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ശിഷ്യരായിട്ട്. ഇങ്ങനെ പക്വത പ്രാപിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് സാധിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കും ഈ ഒരു അത്ര എളുപ്പമുള്ളൊരു വസ്തുത അല്ലെന്ന് പറഞ്ഞാൽ പോലും ഈ തെലിയോസ് എന്ന് പറയപ്പെടുന്നത് അതൊരു ലക്ഷ്യം കൂടെയാണ്. കൃത്യമായ ഒരു സർക്കിളിന്റെ കൃത്യം നടുക്ക് അമ്പ് എയ്ത് കൊള്ളിക്കുക എന്ന് പറയുന്ന ആ ലക്ഷ്യം പൂർത്തീകരിക്കാവുന്നൊരു അർത്ഥം കൂടി തെലിയോസ് എന്ന് വാക്കുന്നുണ്ട് അർത്ഥത്തില്. ഇങ്ങനെ കൃത്യമായും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന രീതിയിൽ ഒരാൾ പക്വത പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ സ്വർഗസ്നായ പിതാവിന്റെ ആ പക്വതയിലേക്ക് വളരേണ്ട ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാരും അതുപോലെ തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് വ്യത്യസ്തനാക്കുന്നത്? യു ആർ നോട്ട് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനല്ല. വ്യത്യസ്തത പുലർത്തിയാൽ മാത്രമേ ക്രിസ്തുവിനുള്ളവരെ മാറുകയുള്ളൂ, സ്വർഗസ്നായ പിതാവിനെ പോലെ ആകുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന സ്വർഗസ്നായ പിതാവിന്റെ സ്വഭാവം, ആ സ്വഭാവത്തിലേക്കുള്ള വളർച്ചയും അതിലെത്തിച്ചേരുകയുമാണ് പക്വത പ്രാപിക്കുന്നത്. ആ പെർഫെക്ഷനിലേക്ക്, ആസ് മൈ ഫാദർ ഇസ് പെർഫെക്റ്റ്, ആ പെർഫെക്ഷനിലേക്ക് നമ്മളെയും വളർത്തണമേ, നമ്മളെയും ബലപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.